സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിരിക്കുമ്പോ അദ്ദേഹത്തിന് വിശ്രമിക്കാൻ വേണ്ടി പള്ളിയിലെ കുട്ടി നിസ്കരിക്കുന്ന കുട്ടിയല്ലല്ലോ, ഇവിടെ ഭരണകേന്ദ്രമാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇത്തിരി നേരം ഭാര്യ അടുത്തേക്ക് പോകുമ്പോ അപ്പൊ ഒരു കൂട്ടർ വന്നിട്ടുണ്ടാവും. മുഹമ്മദെ ഞങ്ങൾ വന്നിരിക്കുന്നു, ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞു വിളിക്കും. നാളെ കാണുന്ന അറിവിലൊക്കെ വരിക, അവർക്ക് അത് നമസ്കാരങ്ങളും. അപ്പൊ എന്താ പറയാ, ഈ പണി പാടില്ല. എന്തുകൊണ്ട് അവർക്ക് കാത്തിരുന്നുകൂടാ? അവിടെ നേതാവിന് ഇത്തിരി നേരം വിശ്രമിക്കട്ടെ, എന്നിട്ട് അദ്ദേഹം അവരിലേക്ക് വരുമ്പോ കാര്യം സംസാരിച്ചാൽ പോലെ എന്നിങ്ങനെ ഒരു സംഘടനാ ക്രമത്തിൽ നേതാവും അനുയായികളുമുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്ന സൂറ ഗുജറാത്തിന്റെ ഭാഗത്താ ഈ പണി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ അമല് പൊളിഞ്ഞു പോകും. ആരോടാ പഠിക്കുന്നത്? സഹാബികളോടാ. അപ്പോ ഒരു സമൂഹം എന്ന നിലക്ക് പാലിക്കേണ്ടുന്ന മര്യാദകൾ പാലിക്കുന്നിടത്ത് വീഴ്ച വരുത്തിയാൽ അവിടെയും അമല് പൊളിയും. എന്തെല്ലാം അമല് പൊളിയും? നമ്മൾ ചിന്തിച്ചോ ഈ അമല് പൊളിഞ്ഞ കാര്യത്തെ കുറിച്ച്? അമല് പൊളിഞ്ഞു പോകും എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ വേദാനായി പോകില്ലേ? ആകെ അമല എന്തെന്നാണ് കയ്യിലുള്ളത്? ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ഈ കയറിന്റെ പിരിയിലെ വലിയ വടത്തിന്റെ പിരികൾ, കുറെ പിരികൾ ചേർത്ത് പിരിച്ചാ വലിയ വടം ഉണ്ടാക്കുക. ആ വടത്തിന്റെ പിരികൾക്കാണ് ഉറ എന്ന് പറയാ. ഈ ഇസ്ലാമാകുന്ന പാശം, അതൊരു പാശമാണല്ലോ, ഉറ വന്നല്ലോ. ആ പാശത്തെ മുറുകെ പിടിക്കാൻ ആ പാശത്തിന്റെ പിരികൾ ഓരോന്നോരോന്നായി ഉടയും, മുറിഞ്ഞു പോകും, ദുർബലമായി പോകും. ആദ്യം അതിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട പിരിയും ഉടയും. അങ്ങനെയുള്ള രാഷ്ട്രീയ ഇസ്ലാമിന് പുറത്തായത്. പിന്നെന്താ അവന്റെ ബാക്കി ക്രമങ്ങളൊക്കെ ഓരോന്നും കൂടി സാമ്പത്തിക ഇസ്ലാമിന് പുറത്താ ഒക്കെ നടക്കൂല എന്നല്ല പറയുന്നത്. അങ്ങനെ ഓരോന്നും കൂടിയും അവസാനം അതിന്റെ നമസ്കാരം മാത്രം നിലനിൽക്കും, ആരാധന നിലനിൽക്കും. ഇപ്പൊ നമ്മളിൽ അത് മാത്രമേ ഉള്ളൂ. ആകെ അമ്പലം ആരാധനയാണ്. ദിക്റും സലാത്തും ആരാധന മാത്രമേ അമലായിട്ടുള്ളൂ. ബാക്കി അമലല്ലല്ലോ നമുക്ക്. ബാക്കിയൊക്കെ രാഷ്ട്രീയമായി പോയില്ലേ? ആൾക്കാർ അങ്ങനെ പഠിപ്പിക്കുക, ബാക്കിയൊക്കെ രാഷ്ട്രീയമായി. ആകെ ഇത് മാത്രമേ അങ്ങനെയുള്ളൂ. ഈ അമലിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. കൂട്ടരെ ഈ അമലും പൊളിയുന്നതായി പറയുന്നത്. ഈ അമലും പൊളിയും. നിങ്ങൾ ഇസ്ലാമിൽ അതിന്റെ പൂർണ്ണതയെ ഉൾക്കൊണ്ടില്ല എന്നുള്ള വിശ്വാസം ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ഈ ആരാധന അമലുണ്ടല്ലോ, അതുകൊണ്ട് ഗുണം കിട്ടൂല. ഉയരെ കാര്യം. പിന്നെ നിങ്ങളുടെ സ്വഭാവ പെരുമാറ്റ രീതികളും നേതൃത്വം അനുയായി ബന്ധവും ഒക്കെ അതിന്റെ കൃത്യത്തിൽ പാലിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെയും പൊളി ഉയരെ കാര്യം. അമല് പൊളിഞ്ഞാൽ പിന്നെ എന്താണ്? വിട്ടുപൊട്ടിയാൽ അകത്തിലേക്കല്ലേ വീഴുക. അതുകൊണ്ട് സഹോദരന്മാരെ, അമല് പൊടിയുക എന്ന ഈ പ്രയോഗം കൃത്യമായി ഓർത്തു വെക്കുന്നതിന് വിനയ പരിസരം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന്റെ സ്വീകാര്യമാണെങ്കിൽ ഇസ്ലാമിനെ രീതിയിൽ തന്നെ അംഗീകരിക്കാൻ നമുക്ക് പറ്റണം. ഇല്ലെങ്കിൽ ഇഹലോകത്തും പരലോകത്തും കഷ്ടം നഷ്ടം സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല എന്ന കാര്യം അറിയണം. അപ്പൊ ജീവിതം ഇസ്ലാമിന്റെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാക്കി മാറ്റുക എന്നതേ പരിഹാരമായി കൊടുക്കും. എന്നിട്ടുള്ള ആളുകൾ നിസ്കാരം കാര്യങ്ങൾ ഗുണം ചെയ്യും. അടുത്ത നിങ്ങൾ കാണുന്നില്ലേ? ഇത് നമ്മുടെ മാതൃക ഉന്നയിക്കുക. ആർക്ക് മാതൃക? വിശുദ്ധ ഖുർആൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ആ ആയാത്തുകളൊക്കെ അംഗീകരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അമല് പൊടിയിൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ നോക്കുക മറ്റേ കൂട്ടരെ, അവരാണ് ഇത് ചെയ്തത്. അന്നത്തെ മാതൃക അവരാ. അതെന്താ? അന്ന് റസൂലുള്ളാഹി മുൻഗാമികൾ അവർ ഇസ്ലാമിന്റെ ആയാതം ചെയ്തവരല്ല. അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അതിനുവേണ്ടി എഴുന്നേറ്റ് അതിന്റെ ദീനിയായ ദുന്യവിയായ എല്ലാം പരിഗണിച്ച് 13 കൊല്ലം മക്കയിൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളും ആശയത്തിലാണ് 10 കൊല്ലം അതിന്റെ പൂർണ്ണതയിൽ സ്ഥാപിച്ച് കാണിച്ച രാഷ്ട്രീയ ഭരണ രീതികളുൾപ്പെടെ കാണിച്ച പ്രവർത്തകരാവരും അവർ കഴിഞ്ഞിട്ട് നമ്മളെ കാലം നമ്മളെ പ്രശ്നമായത്. അപ്പൊ അവരോട് പറയാം, അതിന് മാതൃക ഇസ്ലാമിന്റെ കൽപ്പനകളെ ലംഘിച്ചിട്ട് അങ്ങനെ ഇസ്ലാമിന്റെ വിശ്വാസക്രമത്തെ തെറ്റിച്ചിട്ട് അമലെടുക്കുന്ന രീതി അതില്ല. അതിന്റെ വിശ്വാസക്രമം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ട് അമലെടുക്കുന്ന മുതലാകുള്ളൂ. പിന്നെ അതിന് മാതൃക ഒന്നാ കാണിക്കാൻ മുസ്ലിം സമുദായത്തിലില്ല. അപ്പൊ അപ്പുറത്തേക്ക് കാണിച്ചു കൊടുക്കുക. അപ്പുറത്തേക്ക് എന്നാൽ സമുദായത്തിൽ അപ്പുറത്തുള്ളവർ. അതാണ് ഈ ആയത്. അലംതറ, നിങ്ങൾ കണ്ടില്ലേ? നീ കാണുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? അല്ലദീന, ഒരു കൂട്ടരെ കുറിച്ച്. ആരാണവർ? ഊതു നസീബൻ മിനൽ കിതാബി, വേദത്തിൽ നിന്ന് അവർക്കൊരു വിഹിതം നൽകപ്പെട്ടിട്ടുണ്ട്. ഊതു നസീബൻ മിനൽ കിതാബി, വേദത്തിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ട കൂട്ടരെ നിങ്ങൾ കണ്ടില്ലേ? ഇത് അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥത്തിലേക്ക് അവർ വിളിക്കപ്പെട്ടാൽ അവർക്കിടയിലുള്ള വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ നിങ്ങൾ ഈ വേദത്തിലേക്ക് വരും. ഇതാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ വേദം. ഈ പ്രവാചകനെയും ഈ വേദത്തെയുമാണ് പിൻപറ്റുന്നതെന്ന് വിളിച്ചാൽ, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ
അംഗീകരിക്കണം എന്നാണല്ലോ പറഞ്ഞു വരുന്ന വിഷയം. ആ വിഷയത്തിൽ അതിനെ എതിർക്കുന്ന ആളുകൾക്ക് അന്ന് മാതൃക, അന്ന് അതിന് ഉദാഹരണം സമുദായത്തിനകത്ത് ഇല്ല. കാരണം അതാണ് പൂർവ്വകാല സമൂഹമാണ്. അവരുടെ ഇസ്ലാമിലെ സുവർണ്ണ കാലമാണ്. അവർ അങ്ങനെ ചെയ്യുന്നവരല്ല. പിന്നെ മാതൃക എവിടെയുള്ളത്? പുറത്താണ്. എവിടെയുള്ളത്? പുറത്ത്. പുറത്ത് ആരാണത്? അത് വേദന നൽകപ്പെട്ട ആളുകളാണ്. അതാരാ? യഹൂദരും ക്രിസ്ത്യാനികളും. അതെ മനസ്സിലാക്കുന്നത്. അവരെ നിങ്ങൾ കണ്ടില്ലേ? എന്താ അവരുടെ പ്രശ്നം? അനന്തരം നീ കാണുന്നില്ലേ? നീ ചിന്തിക്കുന്നില്ലേ? അവരെ നിരീക്ഷിക്കുന്നില്ലേ? ആരെ? അല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവർ. മുസ്ലിങ്ങൾ പറയുന്നു യഹൂദ നസ്രാനി സമൂഹത്തിലെ പണ്ഡിതന്മാരാണ് ഉദ്ദേശിക്കുന്നത്. യഹൂദ നസ്രാനി സമൂഹ പണ്ഡിതന്മാർ അഥവാ കാര്യങ്ങൾ മനസ്സിലായവർ, അവരുടെ വേദത്തെ അറിയുന്നവരെന്ന് വെച്ചോളി. അവരെ കണ്ടില്ല നിങ്ങൾ? അവരിപ്പണി ചെയ്തവരാ. എന്താ ചെയ്തത്? ഇത് കിതാബില്ല. അവരോട് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വേദഗ്രന്ഥം അംഗീകരിക്കണം, ഈ പ്രവാചകനായി അംഗീകരിക്കണം, ഈ പ്രവാചകന്റെ വേദവും അംഗീകരിക്കണമെന്ന് പറഞ്ഞു. അതാണല്ലോ പറയാം. കാരണം മൂസാ നബി അലൈഹി സ്വലാമിന് ശേഷം പിന്നീട് കുറച്ചു കാലം ഈസ അലൈഹി സ്വലാം. അപ്പൊ അദ്ദേഹത്തെ വിശ്വസിക്കണം. അദ്ദേഹത്തിന് ശേഷം മുഹമ്മദ് നബി വിശ്വസിക്കണം. ഇതാണ് ക്രമം. അതുകൊണ്ട് നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നൽകിയ വേദം അതാത് കാലഘട്ടത്തിലേക്ക് മാത്രമാണ്. ആ വേദത്തിന്റെ തുടർച്ചയിൽ ലാസ്റ്റ് എഡിഷനാണ് നിങ്ങൾക്ക് കിട്ടിയ ഈ ഖുർആൻ. ആ പ്രവാചകന്മാരുടെ തുടർച്ചയിൽ അവസാനമായി വന്ന പ്രവാചകനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ അംഗീകരിക്കണം, ഈ വേദം അംഗീകരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? ഈ വേദത്തിൽ നൽകപ്പെട്ട അക്കൂട്ടർ എന്ന് പറയാൻ കാരണം വേദത്തിന്റെ ആളുകൾ തന്നെ അവരുടെ വേദത്തിൽ ഈ കൃത്യമായ അറിയിപ്പുമായി വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച്, സല്ലല്ലാഹു കുറിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ആ വേദം നൽകപ്പെട്ട ആളുകൾ അവരുടെ വിഷയങ്ങളിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ കിതാബനുസരിച്ച് വിധികൽപ്പിച്ചു തരാം, ഈ ഹുക്മാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, ഇതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ട ആദർശ ജീവിത ക്രമം, നിങ്ങൾ അംഗീകരിക്കേണ്ട ആദർശവും ശരീഅത്തും, നിങ്ങളുടെ ദീനും ശരീഅത്തും അതീതായിരിക്കണം എന്ന് അവരോട് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? അവരത് തയ്യാറായില്ല. അവർ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. അവരിൽ ഒരു വിഭാഗം പിന്തിരിഞ്ഞു പോയി. എല്ലാവരും പിന്തിരിഞ്ഞു പോയില്ല. ആ ധാര യഹൂദരിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നു. എന്നാൽ വേറെ കുറച്ച് പേർ മാറി നിന്നു. ആ ആളുകൾ പിന്തിരിഞ്ഞു പോയി. അവർ ഇന്ന് ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ അതിനെ അവഗണിച്ചു. ആ ആളുകൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പൊ അള്ളാഹുവിന്റെ ആയാത്തുകൾ അതിനാണ് അത് സ്വീകരിക്കലാണ് ചെയ്യേണ്ടത്. നമ്മളോട് പറയാം, അന്ന് അത് മുസ്ലിം സമുദായത്തോട് പറയുമ്പോ അവർ അള്ളാഹുവിന്റെ ആയാത്തുകൾ കിട്ടുന്നവർക്ക് സ്വീകരിക്കുന്നവരായിരുന്നു. അപ്പൊ ആയാത്തുകൾ വരുന്നവർക്ക് സ്വീകരിക്കാതെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാറുന്നതിന് ഉദാഹരണം യഹൂദർ ക്രൈസ്തവരെ ഉള്ളൂ അന്ന് ഇതിറങ്ങുമ്പോ. അതുകൊണ്ട് അവരിലേക്ക് ചൂണ്ടിയിട്ട് പറയും, ഇന്നിപ്പോ അവരെ ചൂണ്ടണം, നമ്മളെ തന്നെ ചൂണ്ടിയാൽ മതി. അതാണ് ഇന്നത്തെ പ്രത്യേകത. അവരെ ചൂണ്ടേണ്ട കാര്യമില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് മാറി നിൽക്കും നമ്മളെ കൂടെ തന്നെയാണെന്ന കാര്യം ആദ്യം അറിയണം. അവിടെ ചരിത്രമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. അത് ചരിത്രമാണ്, പഴയ കാലമാണ്, തുടർച്ചയാണെങ്കിൽ ഇത് സംഭവ ലോകത്തെ യാഥാർത്ഥ്യമാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സമുദായത്തിൽ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് സംഭവിച്ച അബദ്ധം മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അവരെ ഇതിലേക്ക് വിളിച്ചപ്പോ അവർ ഒരു വിഭാഗം പിന്തിരിഞ്ഞു കളഞ്ഞു. അവർ യഹൂദരായി ക്രൈസ്തവരായിരുന്നു. അതിന്റെ അവാന്തര വിഭാഗങ്ങളായിട്ട് അവർ പോയി. ഈ സത്യം സ്വീകരിക്കാൻ തയ്യാറായില്ല. ആയാത്തവർ നിഷേധിച്ചു. അങ്ങനെ നിഷേധിച്ചുള്ളവർക്ക് വച്ചുറുമ്പി അതാപിന്നെയും അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. വേദനാജനകമായ ശിക്ഷ കൊണ്ട് അവിടെ അവിടെയൊക്കെ പൊളിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നാണ് പരലോകത്ത് പരാജയമായി സംഭവിക്കാം എന്നാണ് അവിടെ കുട്ടി വായിക്കുന്നത്. എന്നിട്ടോ ബഹുമോചിതോട് അവരിനെ അവഗണിച്ചു. അവർ ഒഴിഞ്ഞു മാറി. രണ്ടർത്ഥം പറയാം. നമ്മുടെ സമൂഹവും ഇങ്ങനെ അവഗണിച്ചു. യാഥാർത്ഥ്യമായിട്ട് അവഗണിക്കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ പച്ചവെള്ളം പോലെ മനസ്സിലാവും. പക്ഷേ അതൊക്കെ അവൻ രാഷ്ട്രീയം പറയാമെന്നേ. ഇത്ര ലളിതമാണ് അർത്ഥം. അതൊക്കെ രാഷ്ട്രീയം പറയാമെന്നേ. എന്നിട്ടോ അതിനെ അവഗണിച്ചു. ഇനി അവഗണിക്കാതെ അവരിൽ മുന്നോട്ട് ഒഴിഞ്ഞു മാറി. പക്ഷെ നമുക്കൊന്നും പറ്റില്ല. നമുക്ക് കുറെ ആളുകളൊക്കെ കൂടാന്നേ. റിട്ടയർഡ് ഹജ്ജും ഉംറയും അങ്ങനെ. അപ്പൊ അവഗണിച്ചവരുണ്ട്, ഒഴിഞ്ഞു മാറിയവരുണ്ട്. അവർ അതിനെ അവഗണിച്ചു, അവർ അതിനെ ഒഴിഞ്ഞു മാറി. ഈ അവഗണനയും ഒഴിഞ്ഞു മാറ്റവും സുന്ദരമായിട്ട് ഇന്ന് ഏറ്റവും സർഗാത്മകമായി നടപ്പാക്കുന്ന മുസ്ലിം സമുദായ. മറ്റൊരു ഉറച്ചു പോയവരാ. ആ രീതി ഉറച്ചതാ.
ഇപ്പൊ തുടങ്ങിയാൽ അന്നുള്ളത്. അതുകൊണ്ട് അവർ ഉദാഹരിച്ചത്. ഇന്ന് പ്രശ്നം ഇവിടെ. അതുകൊണ്ട് സഹോദരന്മാരെ, അവഗണിക്കല്ല. ഇത് വെറും വർത്താനമല്ല, പുളി വർത്താനമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഒഴിഞ്ഞു മാറല്ല. എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? എന്തുകൊണ്ടാണ് ഇവർ അവഗണിച്ചത്? എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മാറിയത്? അതിനൊരു ന്യായമുണ്ട്. ആ ന്യായം പൗരസ, നമ്മുടെ സമുദായത്തിന്റെ ന്യായം ഒന്ന് തന്നെ എന്ന് പറഞ്ഞു വരുമ്പോൾ ബോധ്യാവും. ശ്രദ്ധിക്കയായത് അതിനുള്ള കാരണം അവർ ആര്? ഈ അധികാറുകാർ, ആ ഒഴിഞ്ഞു മാറിയ കൂട്ടർ. അവർ പറഞ്ഞു നമ്മൾ കുറച്ച് ദിവസം നിലനിൽക്കുന്നത്, നമ്മൾ അള്ളാന്റെ ഇഷ്ടജനങ്ങളല്ലേ. നമ്മളെ നരകത്തിലിട്ടാൽ കുറച്ച് ദിവസം ഇട്ടുള്ളൂ. ബേജാറാവട്ടെ, കുറച്ചു ദിവസം കിടക്കേണ്ടി വരും. ശരി, പിന്നെ നമ്മൾ സ്വർഗ്ഗത്തിൽ തന്നെ. കാരണം നമ്മളല്ലേ അള്ളാഹുവിന്റെ ആളുകൾ. അതുകൊണ്ട് നമ്മളെ നരകത്തിന്റെ വിഷയമൊന്നുമില്ല. കുറച്ച് ദിവസത്തെ അത് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെത്താം. അതുകൊണ്ട് ഇപ്പൊ ആ വിഷയം പേടിച്ചിട്ട് നമ്മളിപ്പോ ഈ സുഖം ഒഴിവാക്കണം, ഈ കിട്ടുന്നൊക്കെ ആസ്വദിക്കാതെ വിടണം എന്ന് ന്യായം പറഞ്ഞു അവർ. ആര് പറഞ്ഞു? ഈ അധികാരക്കാർ പറഞ്ഞു. കാരണം അവർ ഇങ്ങനെ പറഞ്ഞവരാണ്, നരകം സ്പർശിക്കുകയില്ല, നമ്മളെ നരകം തൊടൂല, സ്പർശിക്കൂല. ഇല്ല അയ്യാമും മാറുക, ഏതാനും ദിനങ്ങളല്ലാതെ. അയ്യാമും യൗമിന്റെ ബഹുവചന. അയ്യാമും മാറുക എന്ന പ്രയോഗം പിന്നെ വന്നവരുടെ കൂടാണ്ട് വേറൊരു സ്ഥലം സൂറത്തുൽ ബഖറ റമദാൻ മാസത്തിന്റെ നോമ്പിനെ പഠിപ്പിക്കുന്നതാ. റമദാൻ മാസത്തിന്റെ നോമ്പിനെ പഠിക്കുന്നത് ആദ്യകാലത്ത് ഏതാനും ദിവസം മാസത്തിൽ നോമ്പിനെ നിർബന്ധമാക്കിയത്. ഒരു മാസം മുഴുക്കാക്കി. അത് മദീനയില. അപ്പൊ ആദ്യകാലത്ത് നോമ്പ് നിർബന്ധമാക്കിയപ്പോ നോമ്പിന്റെ തത്വവും ലക്ഷ്യവും മാർഗവും പറഞ്ഞിട്ട് ആദ്യകാലങ്ങളിൽ ഏതാനും ദിവസം നോമ്പെടുത്താൽ മതി. അത് തന്നെ കഴിയുന്നവർക്ക് വിദ്യ കൊടുത്ത് രക്ഷപ്പെടാം. രക്ഷപ്പെടാം. അങ്ങനെ ഏതാനും ദിവസം നോമ്പെടുത്താൽ മതി. അപ്പൊ ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞ ഏതാനും ദിവസം 3 ദിവസം എന്നാണ് പറയുന്നത്. എത്രയാണ്? 3 ദിവസം. മാസത്തിന് 3 ദിവസം. അപ്പൊ അയ്യാമെന്നാണ് ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം. യോമിന്റെ ബഹുവചനം യൗമാനി അയ്യാം. അപ്പൊ ബഹുവചനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം. 3 ദിവസം നോമ്പെടുത്താൽ മതി എന്നാണ് നമ്മൾ എപ്പോഴാണ് പറയുന്നത് തഫ്സീറിൽ. പിന്നെയാണ് ഇത് 2ാം വർഷത്തില് ഷഹ്റുർ റമദാൻ നോമ്പെടുക്കണം. അപ്പൊ ഇതൊന്ന് പറയാൻ കാരണം അയ്യാമം കാണുന്നതിനാണ് മിനിമം 3 ദിവസം എന്നാ. ഇവരെന്തായി പറയുന്നത്? കാരണം അവർ ഇങ്ങനെ പറയുന്നവരാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മൾ നിലനിൽക്കുന്നത്. 3 ദിവസം കിടന്നാൽ മതിയല്ലോ. പിന്നെ ആജീവനാണ് സ്വർഗ്ഗത്തിലേക്കല്ലേ നമ്മൾ പോവുക. അതൊരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ അങ്ങ് അവഗണിച്ചിട്ട് നമ്മുടെ ഇതിനൊക്കെ പോകാനേ എന്ന് അവര് വാദിച്ചിരുന്ന കൂട്ടരെ അല്ല പറയുന്നത്. നമ്മളെ കുറച്ച് ദിവസം നരകത്തിൽ കിടക്കേണ്ടി വരും. കാരണം നമ്മൾ അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങളാണ് എന്നവർ വാദിച്ചിരുന്നു എങ്കിൽ ഇതേ വാദം തന്നെയല്ലേ ഈ സമുദായം ഉന്നയിക്കുന്നത്. അതെ, നമുക്കൊരു ശഫാഅത്തുണ്ടല്ലോ. ആരൊക്കെ ശഫാഅത്ത് ചെയ്യും? നമ്മുടെ ഔലിയാക്കൾ ചെയ്യും. മുറ തെറ്റാതെ വിളിച്ചാൽ മതി, ക്രമം തെറ്റാതെ കൊടുത്താൽ മതി, കാണിക്ക് കൊടുക്കുന്നതിന് വൈകരുത്, അത് ചെയ്യണം. അപ്പൊ അവർ പാലം കടത്തില്ല. പിന്നെ ഹബീബായ റസൂലുള്ളാഹിയുടെ മദ്ഹ് പറഞ്ഞാൽ റസൂലുള്ളാഹി എന്തായാലും ശഫാഅത്തുണ്ടല്ലോ. അത് നമ്മൾ അടിച്ചു തുടച്ചാൽ കേറൂലേ സ്വർഗ്ഗത്തില്? ജിസ്മ പ്രയാസപ്പെട്ടാലും നമ്മൾ സ്വർഗ്ഗത്തിൽ എത്തുള്ളൂ എന്ന യഹൂദന്റെ ക്രൈസ്തവന്റെ മനസ്സ് കൊണ്ട് നടക്കുന്ന കൂട്ടരെ അല്ലാഹു പറയാ, ആ മനസ്സ് വേണ്ട. നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചല്ല, നിങ്ങൾ അല്ലാഹുവിനെ കളിയാക്കുക.